ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഉള്ള നെയ്യാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് അതും കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പോളം ഉള്ള നാളികേരം ചിരകിയതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ജസ്റ്റ് ഇതിലിട്ട് ഈ നാളികേരത്തിന്റെ ആ ഒരു പച്ചമണമില്ലേ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നാളികേരം ഇതേപോലെ ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉള്ള ഏലക്കാപ്പൊടിയാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, ചെറിയ ജീരകമില്ലേ അത് വറുത്ത് പൊടിച്ചതാണ്, അതിൻ്റെ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ നാളികേരത്തിലേക്ക് ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു നേന്ത്രപ്പഴം, ഒരു വലിയ നേന്ത്രപ്പഴം ആണെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ചെറുതാണെങ്കിൽ ഒരു 2 നേന്ത്രപ്പഴം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇനി ഒരു നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ട നല്ല രീതിയിൽ നേന്ത്രപ്പഴം ഇട്ട് വഴറ്റി കളറൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ 1 കപ്പോളം ഉള്ള ശർക്കരയാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇളക്കി മിക്സ് ചെയ്ത് ഇത് നല്ല രീതിയിൽ ആ ഒരു പൊടിയൊക്കെ അലിഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടോ നല്ല രീതിയിലൊന്ന് നമ്മളുടെ ശർക്കരപ്പാനി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗൾ വെച്ചു. ബൗളിലേക്ക് 1 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം ഉള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ശർക്കരപ്പാനിയില്ലേ അത് നമുക്ക് ചൂടോടുകൂടി തന്നെ കുറേശ്ശെ ആദ്യമേ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് എല്ലാം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ ഇതേപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ ഇതേപോലെ കൺസിസ്റ്റൻസി കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആ ഒരു ശർക്കരപ്പാനിയുടെ ആ ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇത് മതി. ഈ ടൈം ആകുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബനാനയുടെ മിക്സ് ഇല്ലേ അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളുടെ ആ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാനും വെക്കുകയൊന്നും വേണ്ട, നമുക്കിനി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി അടുപ്പിലൊരു ചീനിച്ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നല്ല രീതിയിൽ ചീനിച്ചട്ടി ഇപ്പോൾ ഇവിടെ ഒന്ന് ചൂടായി കിടക്കും. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ തവിയിൽ ഒരു തവി മാവ് മാത്രം ഒഴിക്കുക. ഒരുപാട് തിക്നെസ് ആയി പോരുത്, അപ്പം വെന്ത് വരാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഇനി നമുക്ക് ഏറ്റവും ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഈ ഒരു സ്നാക്ക് ഒന്ന് വേകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ടായിരുന്നു. തുറന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് കുത്തി നോക്കുക വെന്തോന്ന്. തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിഞ്ഞ് തവിയിലിങ്ങ് കോരി മാറ്റാവേ. അപ്പോൾ ഇവിടെ കണ്ടോ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി അപ്പം റെഡിയായി. പുറം ആ ഒരു സൈഡൊക്കെ നല്ല ഒരു ക്രിസ്പി ആയിരിക്കും, നടുഭാഗമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. കുഞ്ഞുങ്ങൾക്കും നമ്മൾക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.